നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിന് മുന്നറിയിപ്പുമായി അമേരിക്ക. ഇസ്രായേലിനെതിരെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഏത് നിമിഷവും ആക്രമണമുണ്ടാകും. ഇതാണ് അമേരിക്ക നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഈ ആഴ്ച തന്നെ അത്തരമൊരു ആക്രമണം ഉണ്ടാകാം എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. വൈറ്റ് ഹൗസ് നാഷണൽ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷൻസ് അഡ്വൈസർ ജോൺ കിർബിയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. അമേരിക്ക ഇതിനെ പ്രതിരോധിക്കാൻ തയ്യാറായിരിക്കുകയാണ് എന്നും അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകുമെന്നുള്ള ഉറപ്പും ഇസ്രായേലിന് അമേരിക്ക നൽകിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി US പ്രസിഡന്റ് ജോ ബൈഡൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. വിഷയത്തിൽ തങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും ജോൺ കിർബി വ്യക്തമാക്കി. ഇസ്രായേലിന് പ്രതിരോധം ഒരുക്കുന്ന കാര്യത്തിൽ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും നടത്തേണ്ടി വരും. അക്രമം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇറാന്റെയോ അവരുടെ സഖ്യകക്ഷികളുടെയോ ഭാഗത്ത് നിന്ന് അത്തരമൊരു നീക്കം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ പ്രതിരോധിക്കണമെന്നും ജോൺ കിർബി വ്യക്തമാക്കി. US പുറമെ UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി എന്നീ രാജ്യങ്ങളും ഇത്തരം ഭീഷണികൾ ഒഴിവാക്കാൻ ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആക്രമണം ഉണ്ടായാൽ അത് പ്രാദേശിക സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി മാറും. മേഖലയിലെ സംഘർഷം കുറയ്ക്കാനും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാനും ഗാസയിലെ ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾക്കും എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും ജോൺ കിർബി വ്യക്തമാക്കി. ഈ ആഴ്ച അവസാനത്തോടെ വീണ്ടും ചർച്ചകൾ തുടങ്ങാനുള്ള ശ്രമങ്ങൾ ഈജിപ്ത് പ്രസിഡന്റ് ഖത്തർ അമീർ എന്നിവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകും. വെടിനിർത്തൽ കരാർ എത്രയും വേഗം നടപ്പാക്കേണ്ടതുണ്ട്. ഇനിയും സമയം നഷ്ടപ്പെടുത്താനില്ല. ഇറാന്റെയും അവർക്ക് പിന്തുണ നൽകുന്ന തീവ്രവാദ ശക്തികളുടെയും ആക്രമണത്തിനെതിരെ ഇസ്രായേലിന് പ്രതിരോധമൊരുക്കാനും അവർക്ക് പിന്തുണ നൽകാനും തീരുമാനിച്ചതായും ജോൺ കിർബി, അതായത് അമേരിക്കയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ബെയ്റൂത്ത്, ടെൽ അവീവ്, തെഹ്റാൻ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പ്രതിസന്ധിയിലാണ്. ഇസ്രായേലിന് സുരക്ഷ ഒരുക്കാൻ അമേരിക്ക ലബോൺ യുദ്ധക്കപ്പൽ മേഖലയിലേക്ക് അയച്ചു. US ഇസ്രായേൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇസ്രായേലിനെതിരെ ഇറാന്റെ വ്യാപക ആക്രമണം ഉടൻ ഉണ്ടാകുമെന്നാണ്. ആക്രമണത്തിൽ നിന്ന് ഇറാനെ പിന്തിരിപ്പിക്കാനുള്ള യൂറോപ്യൻ നീക്കം വിജയം കണ്ടില്ല. മേഖലയിൽ യുദ്ധഭീതി കടുക്കുകയാണ്. ഇറാൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ഇസ്മായിൽ ഹനിയയുടെ വധത്തിന് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ അവഗണിച്ച് ഇസ്രായേലിനെ കഠിനമായി ശിക്ഷിക്കുമെന്നാണ്. ഇസ്രായേൽ നിഗമനം ഇറാനും ഹിസ്ബുല്ലയും സംയുക്തമായി ഒരേ സമയം ആക്രമണം നടത്തിയേക്കുമെന്നാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.